വാർഡ് സഭകളിലും വികസന സെമിനാറിലും ഉയർന്നു വന്ന നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ വീണ്ടും അവഗണിക്കപ്പെട്ടു എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഈ പ്രിന്റ് ചെയ്തിരുന്ന പേപ്പറിലടക്കം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൗൺസിലർമാരും എഴുതി തന്ന വളരെ വെപ്രാളപ്പെട്ട് എഐയും എഐക്സിയും ഒക്കെ മുൻകൈയെടുത്ത് എഴുതി വാങ്ങിയ പദ്ധതികൾ മാത്രമാണുള്ളത്. മുൻകാലങ്ങളിലെ ബഡ്ജറ്റിൽ കാണുന്നത് പോലെ തന്നെ കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എഴുതി തന്ന നിർദ്ദേശങ്ങളാണ് കൂടുതലും ഇതിനകത്തുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ നഗരത്തിലെ ജനങ്ങൾ ഈ നഗരസഭാ ഭരണത്തെ നോക്കിക്കാണുന്നത്. പുതുതായി എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് ഇത് തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതിയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണുന്നില്ല. നേരത്തെ പല നേതാക്കളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ തീരദേശ വാർഡുകളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കണമായിരുന്നു. ഇത് 1 വർഷം വരെ നമ്മൾ നോക്കിയിരിക്കണം പുതിയൊരു പദ്ധതി അംഗീകരിച്ച് നടപ്പിലായി കിട്ടാൻ. ഈ 101 വാർഡുകളിലും 80 ലക്ഷം രൂപ, 90 ലക്ഷം രൂപ, 1 കോടി രൂപ എന്ന മരാമത്ത് പണികളല്ലാതെ ആ പ്രദേശത്തെ തിരുവനന്തപുരം നഗരത്തിലെ മറ്റ് വാർഡുകൾക്കൊപ്പം കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കൗൺസിലർമാരെയും തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ പ്രദേശങ്ങളിൽ തലയേറ്റ് നിന്ന് പൊതുപ്രവർത്തനം നടത്താൻ, സാമൂഹ്യ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയണമെങ്കിൽ മറ്റ് ഏതൊരു നഗരത്തെക്കാളും മുന്നിലാണ് നമ്മളെന്ന് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ മുൻകൈയെടുക്കണം എന്നൊരു റിക്വസ്റ്റാണ് ഉള്ളത്. കോർപ്പറേഷൻ ഓഫ് തിരുവനന്തപുരം, ദൃശ്യം ന്യൂസ്.